വികൃതിക്കുട്ടനായ ചിന്നന് സംഭവിച്ചത് എന്താണെന്ന് കൂട്ടുകാർക്കറിയണോ? എന്നാൽ കഥ കേട്ടോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരിടത്തൊരിടത്ത് ഒരു വലിയ കാട്ടിൽ ചിന്നൻ എന്ന പേരുള്ള ഒരു കുഞ്ഞി കുരങ്ങനുണ്ടായിരുന്നു. ചിന്നന് വളരെ വളരെ ചീത്തയായ ഒരു സ്വഭാവമുണ്ടായിരുന്നു. ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും സാധനങ്ങൾ അവൻ മോഷ്ടിക്കുമായിരുന്നു. അവനെ പേടിച്ച് കാട്ടിലെ ജീവികൾക്ക് അവരുടെ ആഹാര സാധനങ്ങൾ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ പേടിയായിരുന്നു. ചിന്നനെങ്ങാനും കണ്ടാൽ അവനത് മോഷ്ടിക്കും. ഈ സ്വഭാവം കാരണം ചിന്നന് ആ കാട്ടിൽ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചിന്നന് അതൊന്നും പ്രശ്നമേ അല്ലായിരുന്നു. അവൻ വള്ളികളിൽ തൂങ്ങി ചാടി നടന്ന് കണ്ണിൽ കാണുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിച്ച് അവന് ആവശ്യമുള്ളത് കഴിച്ച് ബാക്കിയുള്ളതെല്ലാം വെറുതെ നശിപ്പിച്ച് കഴിഞ്ഞുപോന്നു. അങ്ങനെ അവനെക്കൊണ്ട് പൊറുതിമുട്ടിയ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും ഒരു ദിവസം ഒത്തുചേർന്ന് അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പല അഭിപ്രായങ്ങളും അവിടെ പറഞ്ഞു. അവനെ പിടിച്ച് വേട്ടക്കാർ വരുന്ന വഴിയിൽ കെട്ടിയിടാമെന്നും അവനെ പിടിച്ച് കാട്ടിലെ മുതലക്കുളത്തിലെ മുതലകൾക്ക് തിന്നാൻ കൊടുക്കാമെന്നുമെല്ലാം മൃഗങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊന്നും തീരുമാനമാകാതെ കാട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ മുത്തശ്ശൻ ആനയോട് അവർ അഭിപ്രായം ചോദിച്ചു. അവനെ ഒരു പാഠം പഠിപ്പിക്കണമല്ലേ? അതിനൊരു വഴിയുണ്ട്. പനയോലകൾ തീവുകൊണ്ട് കിടന്ന മുത്തശ്ശനാന പറഞ്ഞു. അങ്ങനെ മുത്തശ്ശനാന പറഞ്ഞ രീതിയിൽ ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ചിന്നൻ തന്റെ സ്ഥിരം വഴിയിലൂടെ ചാടിച്ചാടി നടന്നപ്പോ കുറച്ചകലെ കുറെ കിളികൾ ഒച്ച വയ്ക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോ കുറേ കിളികൾ അവരുടെ ഒരു കൂട്ടിൽ കുറെ പഴങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് അവൻ കണ്ടു. ഇത് മുഴുവൻ കൈക്കലാക്കണമെന്ന് മനസ്സിൽ തീരുമാനിച്ച് അവൻ ഒച്ച വെച്ച് കിളികളെയെല്ലാം ഓടിച്ച് ആ കൂടിനെ ലക്ഷ്യമാക്കി ചാടി. പക്ഷേ അതു മറ്റു മൃഗങ്ങൾ ഒരുക്കിയ ഒരു കേണിയായിരുന്നു. ആ കിളിക്കൂട് അവർ ഉണ്ടാക്കിയത് ആ കാട്ടിലെ ഏറ്റവും വലിയ കടന്നൽ കൂട്ടിന് തൊട്ടുമുന്നിലായിരുന്നു. അവർ ആ കിളിക്കൂട്ടിൽ ഒരു കാട്ടുവള്ളി കെട്ടി ആ മരത്തിന്റെ താഴെ കാത്തിരിക്കുകയായിരുന്നു. ചിന്നൻ കൂട്ടിലേക്ക് ചാടിയ തക്കം നോക്കി അവർ ആ വള്ളിയിൽ പിടിച്ചു വലിച്ചു. കൂട് മാറിപ്പോയി. ചിന്നൻ നേരെ പോയി വീണത് വലിയ കടന്നൽ കൂട്ടിലേക്ക്. കടന്നൽ കൂട്ടിൽ വീണാൽ എന്തു പറ്റും കൂട്ടുകാരെ? അവർ കുത്തി നാശമാക്കും. ചിന്നനും കിട്ടി ദേഹം മുഴുവൻ നല്ല കുത്ത്. അവൻ ഓടി ഓരോ മൃഗങ്ങളോടും സഹായം ചോദിച്ചെങ്കിലും ആരും അവനെ സഹായിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ദേഹം മുഴുവൻ കടന്നൽ കുത്തുകൊണ്ട് നീര് വെച്ച് കുറേ നാൾ ആഹാരം കഴിക്കാനൊന്നും പറ്റാതെ കൂട്ടിൽ കിടന്നു. അതോടെ അവൻ കാട്ടിലെ മൃഗങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്നതും ഉപദ്രവിക്കുന്നതുമെല്ലാം നിർത്തി. നമ്മളും ആരുടെയും സാധനങ്ങൾ മോഷ്ടിക്കാനൊന്നും പോകരുത് കേട്ടോ കൂട്ടുകാരെ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൂടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ.